യൂട്യൂബിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് ആഡ്സുകളുടെ ചാകരയായിരിക്കും. യൂട്യൂബ് വരുമാനം 10 ഇരട്ടിയിൽ കൂടുതലാകും. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാരും തന്നെ ഇനി ഈ ട്രിക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ട വരുമാനം കുറയാൻ തീർച്ചയായും നിങ്ങൾ ഇടവരുത്തരുത്. അഥവാ നിങ്ങളും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വരുമാനം നിത്യവും കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ യൂട്യൂബിൽ നമ്മൾ 8, 10, 15 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മിനിറ്റുകളുള്ള വീഡിയോകൾ കഷ്ടപ്പെട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലുകളിൽ ചിലപ്പോൾ തുടക്കത്തിലോ അല്ലെങ്കിൽ ഒടുക്കത്തിലോ മാത്രമാണ് ചില ആഡ്സുകൾ സാധാരണയായി വരാറുള്ളത് എന്നതാണ് പതിവ്, അല്ലേ? കാരണം അത് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യുന്ന ആഡ്സുകളാണ്. ഇതേ വീഡിയോകൾ തന്നെ നമ്മൾ മാനുവലായിട്ട് ആഡ്സുകൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലുകളിലെ വീഡിയോകൾക്ക് കൂടുതൽ ആഡ്സുകൾ വരികയും നമ്മുടെ ഏണിങ്സ് വർദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആഡ്സുകൾ എങ്ങനെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ തന്നെ സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി നമ്മുടെ മൊബൈലിലെ ക്രോം എന്ന ഈ ആപ്ലിക്കേഷൻ തന്നെയാണ് ആദ്യം ഓപ്പൺ ആക്കേണ്ടത്. എന്നിട്ട് ക്രോമുമായി ബന്ധപ്പെട്ട ഈ ആപ്ലിക്കേഷനുകളിൽ നിന്ന് യൂട്യൂബ് എന്ന നമ്മുടെ ഈ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മുടെ യൂട്യൂബ് മൊബൈൽ മോഡിലാണോ ഡെസ്ക്ടോപ്പ് മോഡിലാണോ എന്ന് നോക്കുക. മൊബൈൽ മോഡിലാണെങ്കിൽ ഈ കാണുന്ന ഈ കോളത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മൊബൈലിലെ യൂട്യൂബ് ഇപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡിൽ ആവുന്നതാണ്. കണ്ടോ, ഞാൻ ഈ കോളത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ മൊബൈൽ മോഡിൽ നിന്ന് ഡെസ്ക്ടോപ്പിലേക്ക് മാറി. ഇങ്ങനെ മൊബൈൽ മോഡിൽ നിന്ന് ഡെസ്ക്ടോപ്പിലേക്കും ഡെസ്ക്ടോപ്പിൽ നിന്ന് മൊബൈൽ മോഡിലേക്കും മാറ്റുന്നത് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ വലത് മുകളിൽ ഈ കാണുന്ന 3 ഡോട്ടിൽ ടച്ച് ചെയ്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാത്തവർ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇങ്ങനെ ഡെസ്ക്ടോപ്പ് മോഡായ നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈൽ സ്ക്രീനിൻ്റെ വലത് മുകളിലുള്ള ഈ 3 ഡോട്ടിൻ്റെ തൊട്ട് താഴെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം ചാനലിൻ്റെ ഈ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു ചാർട്ട് വരും. പക്ഷേ നമ്മളിപ്പോൾ ഈ ചാർട്ടിൽ പറയുന്ന കാര്യങ്ങൾ തൽക്കാലം ശ്രദ്ധിക്കണ്ട. മറിച്ചിവിടെ നമ്മുടെ ചാനൽ പേരിൻ്റെ തൊട്ട് താഴെ വ്യൂ യുവർ ചാനൽ എന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്യുക. അന്നേരം നമുക്ക് നമ്മുടെ ചാനലിൻ്റെ നമ്മൾ കൊടുത്തിട്ടുള്ള തംബ്നെയിൽ ഇതുപോലെ കാണാനാവും. വീണ്ടും നമ്മുടെ ഈ സ്വന്തം തംബ്നെയിലിന് തൊട്ട് താഴെയായി കസ്റ്റമൈസ് ചാനൽ, മാനേജ് വീഡിയോ എന്നീ 2 ഓപ്ഷനുകൾ നമുക്കിവിടെയും കാണാനാവും. ഈ 2 ഓപ്ഷനുകളിൽ നിന്ന് കസ്റ്റമൈസ് ചാനൽ എന്നതാണ് നമ്മളിവിടെ ടച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും ഇതുപോലെ ഡിസ്പ്ലേ ആകും. ഇവിടെ ചാനൽ കസ്റ്റമൈസേഷൻ എന്ന ഈ പേജിൻ്റെ ഇടതുഭാഗത്തുള്ള ഈ ഓപ്ഷനുകളിൽ നിന്ന് കണ്ടൻറ് എന്ന ഈ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ 10, 30, 50 വീഡിയോകൾ ഉൾക്കൊള്ളുന്ന പേജുകളാക്കി നമ്മുടെ ഓരോ വീഡിയോയ്ക്കും നമുക്കിവിടെ വേണ്ട മാറ്റത്തിരുത്തലുകൾ വരുത്താവുന്നതാണ്. പക്ഷേ നമുക്കിവിടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അറിയാനുള്ളത് 8 മിനിറ്റിന് മേലെയുള്ള നമ്മുടെ വീഡിയോകൾക്ക് യൂട്യൂബ് സ്വയം സെറ്റ് ചെയ്യുന്നതല്ലാതെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് തന്നെ നമ്മുടെ ആഡ്സുകൾ എപ്പോഴൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണല്ലോ. എന്താ, ഈ ട്രിക്ക് അറിയാത്തവർക്ക് ഈ ഐഡിയ വളരെ ഗുണകരമാണെന്ന് തോന്നുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ തുടർന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളങ്ങനെ ചാനൽ കസ്റ്റമൈസേഷനിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള 8 മിനിറ്റിൽ കൂടുതലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക. ഞാനിവിടെ ഈ 16 മിനിറ്റ് ദൈർഘ്യമുള്ള ഞാൻ അവസാനം ചെയ്ത ഫോർട്ട് കൊച്ചി കായൽ ജങ്കാർ യാത്രയുടെ വീഡിയോയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് എത്ര ആഡ്സുകൾ ഫിറ്റ് ചെയ്യാനാവുമെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം ഇതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ തൊട്ട് ഇടതുവശത്തുള്ള ഈ കോളത്തിൽ ടച്ച് ചെയ്ത് മാർക്ക് ചെയ്യുക.
എന്നിട്ട് ആ വീഡിയോ ഇതുപോലെ വീണ്ടും ടച്ച് ചെയ്ത് ഓപ്പൺ ആക്കുക. ഇനി നമ്മൾ ഈ പേജിന്റെ ഇടതുവശത്ത് ഈ കാണുന്ന ഡോളറിന്റെയും നമ്മുടെ മോണിറ്റൈസേഷന്റെയും ഐക്കനായ ഈ സിമ്പലിൽ ടച്ച് ചെയ്യുക. അന്നേരം നമുക്ക് ഈ വീഡിയോയുടെ ഇൻഫർമേഷനുകളുടെ താഴെ ഇതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട റിവ്യൂ പ്ലേസ്മെന്റ് എന്ന ഒരു ഓപ്ഷൻ കാണാനാവും. നമ്മൾ അതിലും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോകൾക്ക് മോണിറ്റൈസേഷൻ ആയതാണെങ്കിൽ യൂട്യൂബ് ചെയ്തതോ നമ്മൾ മാനുവലായിട്ട് ചെയ്തതോ ആയ ആഡ്സുകളുടെ എണ്ണം എത്രയൊക്കെ ഉണ്ടെന്ന് നമുക്കിവിടെ കാണാനുമാവും. അപ്പോൾ ഈ ആഡ്സുകളെല്ലാം എങ്ങനെയാണ് ഫിറ്റ് ചെയ്തത് എന്നറിയാത്തവർക്ക് കാണിച്ചു തരുവാൻ വേണ്ടി ആദ്യം ഞാൻ ഈ ആഡ്സുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് ഓരോന്നോരോന്നായി ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. കണ്ടോ, ഇപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഒരു ആഡ്സ് പോലും ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ സേവ് ചെയ്താൽ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു പരസ്യവും കാണില്ല, എനിക്ക് യാതൊരു വരുമാനവും ലഭിക്കില്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, 16 മിനിറ്റ് ദൈർഘ്യമുള്ള എൻ്റെ ഈ വീഡിയോയിൽ വീണ്ടും ഏകദേശം 2 മിനിറ്റ് ഇടവിട്ടുള്ള ആഡ്സുകളാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വീഡിയോയിലും ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ഇനിയൊന്ന് ചെയ്തു നോക്കിക്കോളൂ. തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന ഏർണിങ്സിൽ വലിയ വർധനവും വ്യത്യാസവും ഉണ്ടാവുന്നത് കാണാം. ഇവിടെ താഴെ നമ്മുടെ വീഡിയോയുടെ കൗണ്ട് മീറ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ അഥവാ 0 പോയിന്റിൽ ആദ്യം ഈ പോയിന്റർ ഇതുപോലെ എന്നിട്ട് ഓരോരുത്തരും ഇതുപോലെ അവരവരുടെ വീഡിയോകൾക്ക് അനുസൃതമായി ആഡ്സുകൾ അധികം വേണമെന്നുള്ളവർ അടുപ്പിച്ചടുപ്പിച്ച് അഥവാ 2 മിനിറ്റോ 3 മിനിറ്റോ 4 മിനിറ്റോ എന്ന തോതിലൊക്കെ ഓരോരുത്തരുടെ വീഡിയോയുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ ഫിറ്റ് ചെയ്യുന്ന എല്ലാ ആഡ്സ് പോയിന്റിനും കൃത്യമായി തന്നെ ആഡ്സ് വന്നുകൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ വരാനുള്ള സാധ്യത വളരെ 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 അധികമാണ്. ഇവിടെ നമ്മൾ എത്ര മിനിറ്റ് അകലം പാലിച്ചാണ് ഓരോ ആഡ്സ് പോയിന്റും ഫിറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ ഈ കൗണ്ടർ പോയിന്റിൽ കൃത്യമായി കാണിക്കുന്നതാണ്. അതനുസരിച്ച് നമുക്ക് വേണ്ടത്ര അകലം ക്രമീകരിച്ച് ആഡ്സ് ഫിറ്റ് ചെയ്യാനുമാവും. കണ്ടില്ലേ, ഞാൻ 2 മിനിറ്റ് ഇടവിട്ടിടവിട്ടുള്ള 16 മിനിറ്റിൽ കൂടുതൽ നീളമുള്ള എൻ്റെ ഈ വീഡിയോയിൽ ആഡ്സുകൾ ഫിറ്റ് ചെയ്തു. പക്ഷേ കഴിഞ്ഞില്ല. ഇനി ഇത് സേവ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ വീഡിയോ താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്തായിട്ട് ഡിസ്കാർഡ്, ചേഞ്ച്, കണ്ടിന്യൂ എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ നമുക്ക് കാണാനാവും. അക്കമിട്ട് ഓരോ ആഡ്സും എത്ര അകലം പാലിച്ചാണ് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് സ്ക്രീനിൻ്റെ ഇടത് സൈഡിൽ ഇങ്ങനെ കാണാനാവും. ഇങ്ങനെ തന്നെ മതിയെങ്കിൽ കണ്ടിന്യൂ എന്ന് അടിച്ച് സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്കാർഡ് ചേഞ്ച് എന്നത് പ്രസ് ചെയ്ത് നമ്മുടെ ആഡ്സ് വീണ്ടും അഴിച്ചു പണിയുകയും ആവാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഞാൻ എൻ്റെ ഈ വീഡിയോ ഇങ്ങനെ സേവ് ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും ചാനലുകൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. സലാം. താങ്ക്സ്.